യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓശാന ഞായറാഴ്ചയാണ്. എല്ലാവർക്കും ഈ ഒരു ദിവസത്തിൻ്റെ സന്തോഷവും പ്രാർത്ഥനയും ദൈവാനുഗ്രഹങ്ങളും ഞങ്ങൾ അറിയിക്കുന്നു. ഇന്ന് ഒത്തിരി ആളുകൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥനയോടെ കുർബാനയിലൊക്കെ പങ്കുകൊണ്ട് കുരുത്തോലകളൊക്കെ സ്വീകരിച്ച് അത് സന്തോഷത്തോടെ ഭവനങ്ങളിൽ സൂക്ഷിക്കുന്ന വലിയൊരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ദിവസം കൂടിയാണ്. ഈ ആഴ്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഴ്ചയാണ്. ഓശാന ഞായറാഴ്ച മുതൽ ഈസ്റ്റർ വരെയുള്ള ഒരാഴ്ച ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒരാഴ്ചയാണ്. ഈ ഓശാന ഞായറാഴ്ച ദിവസം നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരുമുണ്ട്. ഡെയിലി ബ്ലെസ്സിങ്ങിൽ തുടങ്ങിയ കാലം മുതൽ ഇന്നുവരെ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ, പ്രാർത്ഥിച്ചിട്ടുണ്ടോ, മുഴുവനായോ ഭാഗികമായോ ഏതെങ്കിലും ഒരു ദിവസമോ എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടോ ഒക്കെ ഈ വചനം കേട്ടവരും പ്രാർത്ഥിച്ചവരൊക്കെ കാണും. നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ പ്രാർത്ഥനയോടെ കണ്ടുകൊണ്ട് ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഓശാന ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഈ ദിവസം ഈ വചനം കേൾക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം. എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുക. ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ എതിരെ കാണുന്ന ആ ഗ്രാമത്തിലേക്ക് പോകുക. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരണം. നിങ്ങളതിനെ അഴിക്കുന്നതെന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണം. കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട്. ഈ കഴുതയെക്കൊണ്ടോ ദൈവത്തിന് ആവശ്യമുണ്ട്. വചനം കേൾക്കുന്ന നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? ആരെങ്കിലും ചോദിക്കാം, ഈ കഴുതേനെ എന്തിനാ അഴിക്കുന്നേ? എന്തിനാ ഇങ്ങനെ വചനം കേൾക്കുന്നതെന്ന് ആൾക്കാർ ചോദിക്കും. എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ ഇങ്ങനെ വചനം കേൾക്കുന്നത്? എന്തിനാ ഇതെല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത്? ആരെങ്കിലും ചോദിച്ചാൽ അതിനൊരു മറുപടിയുണ്ട്. കർത്താവിന് എന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. ഈ വചനം കേൾക്കുന്നത് എന്തിനാ? കുടുംബമായിരുന്നു വചനം കേൾക്കുന്നത് എന്തിനാ? മക്കൾ എന്തിനാ വചനം കേൾപ്പിക്കുന്നത്? യുവതി യുവാക്കൾ എന്തിനാ വചനം കേൾക്കുന്നത്? ദൈവത്തിന് നിന്നെക്കൊണ്ടൊരാവശ്യമുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു ചോദ്യം, ഈ മണ്ണിലും ചെളിയിലും ഒക്കെ കിടക്കുന്ന ഈ കഴുതയെക്കൊണ്ട് ദൈവത്തിന് എന്താവശ്യമാണ്? ഞാനും ഇത് ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചിരുന്നു. ഒരു സാധാരണ വീട്ടിൽ ജനിച്ച, വലിയ കഴിവുകളൊന്നും ഇല്ലാത്ത, വലിയ പാരമ്പര്യ മഹിമകളൊന്നും ഇല്ലാത്ത, അവകാശപ്പെടാനൊന്നുമില്ലാത്ത, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, വലിയ ലോകപരിചയമൊന്നുമില്ലാത്ത എന്നെക്കൊണ്ട് ദൈവത്തിന് എന്താവശ്യമാണ്? നമ്മൾ ചിന്തിക്കും, നമ്മളെ ഒന്നിനും കൊള്ളിയേല, എനിക്കൊരു കഴിവുമില്ല, കഴകത്തുമില്ല, ഈ മന്ദബുദ്ധി പോലിരിക്കുന്ന നമ്മളെ എന്തിനാ ദൈവത്തിന്? നിന്നെയാ ദൈവത്തിന് ആവശ്യം. നമുക്ക് തോന്നും നമ്മൾ ഒരു കഴിവില്ലാത്ത ഒരാളല്ലേ. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ നീ വിലയുള്ളവനാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിനക്കും നിൻ്റെ കുടുംബത്തിനും വലിയ സ്ഥാനമാണുള്ളത്. ഈ ഓശാന ദിവസം നമ്മൾ ചിന്തിച്ചതാ കഴുതേനെ അഴിച്ചുകൊണ്ട് വരാൻ. ബുദ്ധിയില്ലാത്തൊരു മൃഗങ്ങളിൽ ഒന്നാണ് കഴുത. അതിനെയോ ദൈവത്തിന് നിന്നെ ആവശ്യം. അനേകരുടെ മുമ്പിൽ ഈ കഴുത എത്തി. അനേകരുടെ മുമ്പിൽ ഈ കഴുതപ്പുറത്ത് യേശു കയറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ അവഗണിച്ച, മനുഷ്യൻ തള്ളിക്കളഞ്ഞ, മനുഷ്യൻ ഒരു വിലയും കൊടുക്കാത്തൊരു ജീവിതവും സാഹചര്യമൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ആ ദൈവം ഇന്ന് കയറി വരുന്നത്. അനേകർക്ക് അത്ഭുതമായി നമ്മുടെ ജീവിതം മാറും. നമ്മളോടൊക്കെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പോയ നിൻ്റെ അവസ്ഥയോർത്ത് എനിക്ക് ഭയങ്കര ദുഃഖം തോന്നുന്നൊക്കെ പറയും. പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ കണ്ണിൽ നമുക്കൊരു സ്ഥാനമുണ്ട്. ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല. ദൈവം നമ്മളെ തെരഞ്ഞെടുക്കും. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. മറ്റു പലരെയും
അതിശയിപ്പിക്കുന്നതായിരിക്കും അത്. ആളുകൾ ചിന്തിക്കും, എത്രയോ മൃഗങ്ങളുണ്ട്, എത്രയോ വലിയ സ്ഥാനമാനങ്ങൾ ഉള്ളവരുണ്ട്, അതിനെയൊന്നും തിരഞ്ഞെടുക്കാത്ത ഇതിനെയോ, ഈ കഴുതേനെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ടെന്നോ? ആവശ്യമുണ്ട്. നിങ്ങൾ എത്ര പാപിയായിരിക്കാം, എത്ര ചെളിക്കുഴിയിൽ വീണുപോയ ഒരാളായിരിക്കാം, ഒത്തിരി തകർന്നു പോയ ഒരാളായിരിക്കാം, ഇനി ഇങ്ങനെ എന്തിനാ ജീവിച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം, തകർന്നു പോയ ഒരാളായിരിക്കാം, ഭാവി നഷ്ടപ്പെട്ട ഒരാളായിരിക്കാം, പാത്രം പോലെ നിലത്ത് വീണ് തകർന്നു പോയ ഒരാളായിരിക്കാം. സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ എങ്ങനെയുമാകട്ടെ, ദൈവത്തിന് ഇപ്പോഴും നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുകൾ നിന്നെ കണ്ടുകൊണ്ടായിരിക്കുന്നത്. ദൈവം നിന്നെ അഴിച്ച് കൊണ്ടുവരേണ്ടടുത്ത് കൊണ്ടുവരും, എത്തേണ്ടടുത്ത് എത്തിക്കും. അനേകരുടെ മുമ്പിൽ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. അനേകരുടെ മുമ്പിൽ നീ ഒരു അഭിമാന വിഷയമായി മാറും. രണ്ട് സൈഡിലും ജനങ്ങൾ നിന്നുന്ന ഓശാന പാടി രണ്ട് സൈഡിൽ നിന്നുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല, നീ എൻ്റെ വീട്ടിൽ വന്നേക്കുക പോലും ചെയ്തേക്കരുത്, നിങ്ങളൊക്കെ ഒരു ഐശ്വര്യക്കേടാ, എൻ്റെ കൺവട്ടത്തൊന്നും കണ്ടേക്കല്ല് കേട്ടോ എന്നുപോലും പറയുന്നവരെ കേട്ടിട്ടുണ്ട്. നാളെ നിങ്ങളെ തേടി ഇരുവശങ്ങളിലും പലരും നിൽക്കും. നിങ്ങളൊരു അനുഗ്രഹമായിട്ട് മാറും. നിങ്ങളോട് പലരും പ്രാർത്ഥന ചോദിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം പലരുടെ മുമ്പിലും ഒരത്ഭുതവും അതിശയവുമായിരിക്കും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ നല്ല ദിവസം ഇന്ന് ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയോടും ചേർത്ത് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാകട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയുടെ നല്ല ആശീർവാദം നൽകട്ടെ. കർത്താവ് ഈ ഓശാന ദിവസം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ഈ ദേശത്ത്, അയൽവക്കങ്ങളിൽ, തൊട്ടടുത്ത ദേശങ്ങളിലൊക്കെയും ഈ വചനം കേൾക്കുന്ന സകലരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ഓശാന ദിവസം അവർ പങ്കെടുത്ത വിശുദ്ധ കുർബാനയുടെ അനുഗ്രഹം അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടായിരിക്കട്ടെ. ഈ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് 365 ദിവസവും വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച സ്ഥലത്ത് നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദിവസമായിരിക്കട്ടെ. അനുഗ്രഹത്തോടെ ഈ വലിയ ആഴ്ചയിൽ കടന്നു പോകാൻ ഇടയാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ദൈവപ്രവർത്തികൾ കാണാൻ അറിയാൻ ഇടവരട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ഈ ഓശാന ദിവസം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സാധ്യമോ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. തിരക്കുള്ള സമയമാണെന്നറിയാം. എങ്കിലും 5-10 മിനിറ്റ് മാറ്റിവെച്ച് ഈ വചനം കേൾക്കുക. നാളെ തിങ്കളാഴ്ച ദിവസമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ വലിയ ആഴ്ചയാണ്. ഇന്നു മുതൽ വലിയ ആഴ്ച. പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ എല്ലാം ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ദിവസമാണ്. എല്ലാവിധത്തിലും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണണം. ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.